കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് എഗ്ഗ് മസാലയും പൂരിയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും ഒരുപോലെ എഗ്ഗ് കറി ഉണ്ടാക്കാതെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അതിനായിട്ട് ഒരു 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കോഴിമുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. മുട്ട നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ആ ഗ്യാപ്പിൽ ഗ്രേവിക്ക് വേണ്ട ഉള്ളിയും തക്കാളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി കുനുകുനാന്ന് ചോപ്പ് ചെയ്തെടുക്കുക. 2 പഴുത്ത തക്കാളി ഒന്ന് മിക്സി ജാറിലിട്ടിട്ട് പേസ്റ്റാക്കി റെഡിയാക്കി എടുക്കുക. ആ ഗ്യാപ്പിൽ നമ്മുടെ കോഴിമുട്ട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 വലിയ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം കുനുകുനാന്ന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. സവാള ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇതും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഒന്ന് സോട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം എല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം. പൊടികളുടെ പച്ചമണമെല്ലാം മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളിയുടെ പച്ചമണം എല്ലാം മാറി ഒരു തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടുന്നതായിരിക്കും. ആ സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് പീസസും കൂടി ചേർത്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എഗ്ഗ് ഗ്രേവി റെഡിയാണ്. ഇത് ബൂരിയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ബൂരി മാവിൽ നിന്നും ഒരു ഉരുളി എടുത്ത് ബൂരി പരത്തി എണ്ണയിലിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ബഫി ആയിട്ട് തന്നെ ബൂരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് നല്ല സിമ്പിളായിട്ടുള്ളൊരു ഗ്രേവിയും ബൂരിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തായാലും ഇന്നത്തെ മിനി വ്ളോഗ് ഇത്ര തന്നെ ഉള്ളൂ. നാളെ മറ്റൊരു മിനി വ്ളോഗുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.